ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളെ മാത്രമല്ല ഇസ്രായേലിന് ഇനി ഭയപ്പെടേണ്ടത്, തുർക്കി സൈന്യത്തെ നല്ല പോലെ നേരിടേണ്ടി വരും. കാരണം ഗാസയിലേക്ക് തുർക്കി സൈന്യത്തിന്റെ വലിയ തോതിലുള്ള ഒരു അധിനിവേശം ഗാസയിൽ കൃത്യമായി നമുക്കറിയാം. ഹമാസ് അവിടെ പിടിമുറുക്കുന്നു എന്ന് പറഞ്ഞാണ് വീണ്ടും വെടിനിർത്തൽ ലംഘനവുമായി വന്നത്. എന്നാൽ ഇസ്രയേലിനോട് കൃത്യമായി അമേരിക്ക ചില ഫോർമുല മുന്നോട്ട് വെച്ചു. അതൊക്കെ കാറ്റിൽ പറത്തുന്ന രീതിയിൽ ബെഞ്ചമിൻ നെതന്യാഹു തെമ്മാടിത്തരവും തോന്നിയാസവും കാണിക്കാൻ തുടങ്ങി. എന്തു വേണമെങ്കിലും വരട്ടെ, അതിനൊന്നും കുഴപ്പമില്ല, പക്ഷേ ഞങ്ങൾ ഗാസയെ മുക്തീകരിക്കില്ല, ഞങ്ങൾ ഫലസ്തീനെ മോചിപ്പിക്കില്ല, ഞങ്ങൾ ആ രാജ്യത്തെ മുഴുവൻ വെണ്ണീറാക്കും എന്ന് പറഞ്ഞുകൊണ്ട് സൈനിസ്റ്റ് ഭരണകൂടം ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിൻ്റെ നേതൃത്വത്തിൽ വലിയ തോതിലുള്ള ആക്രമണം, ഭീതിജനകമായിട്ടുള്ള ആക്രമണം അഴിച്ചുവിടുമ്പോൾ തുർക്കിക്ക് ഇങ്ങനെ കൈയും കെട്ടി നോക്കി നിൽക്കാൻ കഴിയില്ല എന്ന് തുർക്കിയുടെ പ്രസിഡന്റായ റിസെപ് തായിപ് എർദോഗൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിമിഷ നേരങ്ങൾക്കുള്ളിൽ തുർക്കി സൈന്യം ഗാസ സിറ്റിയിലേക്ക് കയറിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഗാസയിൽ സംരക്ഷണം ഒരുക്കാൻ ഇനി ഹമാസ് അല്ല, തുർക്കിയുടെ സൈന്യം കൂടി രംഗത്ത് വരുന്ന ഒരു കാഴ്ച. അതായത് തുർക്കിയോട് നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ മാറുന്നത്. ഇസ്രായേലിന് ഇനി ഒട്ടും എളുപ്പമാകില്ല. തുർക്കിയോട് കളിച്ചാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് ഇനി കാത്തിരുന്ന് കാണണം. അത്ര എളുപ്പമായിരിക്കില്ല. നമുക്കറിയാം, ഇറാനും ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളെയും എതിർത്തുകൊണ്ടും അവരെ ഭയപ്പെടുത്തിയും അവരെയൊക്കെ വെല്ലുവിളിക്കാനും ഗാസ സിറ്റിയിൽ ഞങ്ങൾ വീണ്ടും ചോരക്കളം ഉയർത്തുമെന്ന് പറഞ്ഞുകൊണ്ട് മിനിറ്റിന് വെച്ച് അവിടെ നടത്തുന്ന ആക്രമണം അത് അതിര് കവിഞ്ഞിരിക്കുന്നു. ഏത് രീതിയിലും ഹമാസിനെയും ഹിസ്ബുള്ളയെയും വകവരുത്തുമെന്ന് പറഞ്ഞ അതേ ഇസ്രയേൽ ഇപ്പോൾ തുർക്കി സൈന്യത്തിന് മുമ്പിൽ വിറങ്ങലിച്ച് നിൽക്കുന്നു എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. തുർക്കി കയറി ആക്രമിക്കും, ഏത് രീതിയിലും ആക്രമിക്കും എന്നുള്ളതാണ്. ഈജിപ്തിനെ കൂടി കൂട്ടുപിടിച്ചിരിക്കുകയാണ്. ഈജിപ്റ്റ് നമുക്കറിയാം, ഈജിപ്ഷ്യൻ സൈന്യം ഏതൊക്കെ രീതിയിലാണ് ആക്രമിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് ഇസ്രായേലിന് ഒരു ധാരണയുമില്ല. ഇസ്രായേൽ നേരത്തെ സിറിയ അതിർത്തിയിലേക്ക് കടന്നു വന്നതും ആ ഒക്കുപ്പൈഡ് സ്പേസിൽ അവിടെ ബെഞ്ചമിൻ നെതന്യാഹുവും അതുപോലെ തന്നെ സൈനിക നേതാക്കളും വലിയ തോതിൽ ചർച്ച നടത്തിയതുമൊക്കെ അന്താരാഷ്ട്ര വാർത്തയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു പടി കൂടി കടന്ന് തുർക്കി പറയുന്നത് ഫലസ്തീനെ മുക്തീകരിക്കാതെ, അതായത് ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചിട്ടുള്ള നടപടിക്രമങ്ങൾ ഇസ്രയേൽ പാലിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ മറ്റ് വഴികൾ പ്രയോഗിക്കേണ്ടി വരും, ഞങ്ങൾക്ക് ഇത് ക്ഷമിച്ചു നിൽക്കാനാകില്ല. കാരണം അത്രയേറെ നാശനഷ്ടം ഉണ്ടാക്കിയിരിക്കുകയാണ്. അതായത് വെടിനിർത്തൽ ലംഘനത്തിന് ശേഷം ഒന്ന് നോക്കൂ, ഫലസ്തീൻ ജനത അനുഭവിക്കുന്ന നരവേട്ട, വലിയ തോതിലുള്ള രക്തച്ചൊരിച്ചിൽ ഉണ്ടായിരിക്കുന്നു. ദിവസങ്ങൾക്കുള്ളിൽ ഏറ്റവും വലിയ ആക്രമണമാണ് ഉണ്ടായത്. 2 ദിവസത്തിനുള്ളിൽ 35ഓളം പേരുടെ ജീവൻ ഹനിക്കുന്ന ഈ ഇസ്രയേലിനോട് എന്ത് സമാധാന ചർച്ചയാണ് നടത്തേണ്ടത്? അമേരിക്കയോ മറ്റ് രാജ്യങ്ങളോ ഇടപെട്ടിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയതോടെയാണ് തുർക്കി അവരുടെ നിലപാട് കടുപ്പിച്ചിരിക്കുന്നത്. തുർക്കി പറയുന്നത് ഇത് ഇസ്ലാമിക രാജ്യങ്ങളോട് മൊത്തമുള്ള വെല്ലുവിളിയാണ്, ഇത് ഞങ്ങൾക്ക് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ കഴിയില്ല, പ്രോക്സി ഗ്രൂപ്പുകളോടൊപ്പം ഞങ്ങളും ചേരുന്നു എന്നാണ് വ്യക്തമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്.